നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള വെട്ടുകാട് ചർച്ചിലാണ്. വെട്ടുകാട് ചർച്ചിൽ ഇപ്പോൾ മഹോത്സവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയിൽ കൂടുതലുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ചർച്ചാണ് വെട്ടുകാട് ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയിൽ പ്രോഗ്രാം നടക്കുന്നത് നവംബർ 15 മുതൽ 24 തീയതി വരെയാണ്. അതായത് 9 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ വെട്ടുകാട് പള്ളിയിൽ വരുന്നത്. ഇതിന് മുന്നേക്ക് പരിപാടികൾ നടക്കുന്നതായിട്ട് എനിക്കറിയാം. നമ്മളെ എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ നടക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ചർച്ചിൻ്റെ ഉത്സവം നടക്കുന്നത്. ഒരുപാട് അനുബന്ധ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. പിന്നെ രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒരുപാട് ഇൻസ്റ്റാ റീലിലൂടെയൊക്കെ വൈറലായിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഈ വേളാങ്കണ്ണിയുടെ വേറൊരു സെറ്റപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ വേളാങ്കണ്ണി പോലൊരു പള്ളി എന്നൊക്കെ പറയുന്നത്. ഒരുപാട് തീർത്ഥാടകരൊക്കെ വരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചെറിയ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. നൈറ്റായിരിക്കും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പള്ളി നൈറ്റ് ടൈമിൽ ഫുള്ള് ലൈറ്റുകൾ കൊണ്ട് നിറയ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, റീൽസ് വഴിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. വലിയൊരു പള്ളിയാണ്. ഒരുപാട് സന്ദർശകരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഈ ഗ്രൗണ്ടിൽ നിറച്ചും ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പലതരത്തിലുള്ള സംഭവങ്ങൾ, കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തൊട്ട് സൈഡിലായിട്ട് കടലാണല്ലോ. ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നവർ മെഴുകുതിരി മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ചാണ് കത്തിക്കുന്നത്. ആ കത്തിക്കാനുള്ള സംഭവമാണ് ഈ കാണുന്നത്. ഇതിനെന്തോ പേരോ കാര്യങ്ങളൊക്കെ പറയും. അത് എന്തുവാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവമാണ് കാണുന്നത്. അവിടെ ഈ മെഴുകുതിരി ഇങ്ങനെ തിളച്ച് താഴേക്ക് വീന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ മൂട്ടിൽ നോക്കി കഴിഞ്ഞാൽ മെഴുകുതിരി ഇങ്ങനെ ഉരുകി കിടക്കുകയാണ് കേട്ടോ. കണ്ടോ, മോളിൽ നിന്ന് ഇങ്ങനെ വീണിട്ട് തോരണങ്ങൾ ഫുള്ളിങ്ങനെ വലിച്ചു കെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഫുള്ള് വൈറ്റാണ്. എല്ലാ ഏരിയയിലും പോലീസ് കർശനമാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ തിരക്ക് നിയന്ത്രിക്കുകയാണ്. വൈകുന്നേരം ആകുന്നതോടുകൂടി തിരക്കുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം. ഇതുവഴി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ശംഖുമുഖത്ത് പോകാം. ഇങ്ങോട്ട് തിരിച്ച് പോയി കഴിഞ്ഞാൽ വേളിയിൽ പോകാൻ പറ്റും. ഇതിൻ്റെ അങ്ങ് ലാസ്റ്റിലായിട്ടാണ് ഈ പാർക്കിംഗ് ഏരിയ ഉള്ളത്. ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലമുണ്ട്. പിന്നെ ഇതങ്ങ് ഒരുപാട് ദൂരം വലിച്ചു കെട്ടിയിട്ടുണ്ട് ഈ ഒരു തോരണം. നല്ലൊരു വ്യൂ ആണ്. നമുക്കിവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ് ചെയ്തേക്കുന്നത്. ഞാനപ്പോൾ ഫ്രണ്ട് വഴി ഇങ്ങനെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കംപ്ലീറ്റ് സ്റ്റാളുകളാണ്. എവിടെ തിരിഞ്ഞാലും നമുക്ക് അവിടെ ഒരു കോഴിക്കോടൻ ഹൽവ, മലബാർ മിക്സ്ചർ എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോടൻ ഹൽവ തന്നെയാണ് ഹൈലൈറ്റ്. അങ്ങനത്തെ ഷോപ്പ് കാണാൻ പറ്റും. മുഹബത്ത് ക സർബത്ത് ഉണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യയിലും അറബ് രാജ്യങ്ങളിലും ദിവസവും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉപയോഗിച്ച് വരുന്ന റൂഹ് അഫ്സ മിൽക്ക് ഷേക്ക്. മിൽക്ക് ഷേക്ക് അടിച്ച് സംഭവം സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. 50 രൂപ.
തൊട്ടപ്പുറത്ത് അടി തുടങ്ങി. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. മധുരപലഹാരങ്ങൾ വെക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള സ്റ്റാളുകളുടെ ഒരു ഏരിയ തന്നെ ഉണ്ട്. ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടേക്ക് വന്നിങ്ങനെ കണ്ടുകൊണ്ട് പോവാം. വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പള്ളിയിലോട്ട് വരുന്നവരൊക്കെ ബീച്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുവാണ്. ഇവിടെ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ ശംഖുമുഖം ബീച്ച് ചെല്ലും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ വലിയതുറ കടൽപ്പാലത്തിൻ്റെ അവിടെ എത്താം. ആ വലിയതുറ കടൽപ്പാലം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും.